തന്ത ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്നൊരു ചൊല്ലുണ്ട്. മിന്നൽ പിണറായി കാലങ്ങൾക്ക് ശേഷം പാർട്ടി സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. സഖാക്കൾ എന്ന് സീനിയർ PV ബീജിയം ഇടേണ്ടതാണ്. അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലം അല്ലത്രേ. അങ്ങനത്തെ ആളെയാണ് സൈബർ കടന്നൽ കൂട്ടത്തിന്റെ രാജാവായി കമ്മികൾ പട്ടാഭിഷേകം നടത്തിയത്. കോൺഗ്രസിലാവുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും അനീതി കണ്ടാൽ ശബ്ദിക്കുകയും ചെയ്യുന്നത് പോലെ CPM ആയാൽ കഴിയില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം. പാർട്ടി അടിമകൾ വായി തുറക്കാൻ പാടില്ലെന്നും അങ്ങനെ തുറക്കുന്ന അടിമകൾക്ക് ഇന്നോവയും കൈയടിക്കാൻ നിൽക്കുന്ന അന്തങ്ങൾക്ക് DYFI രക്ഷാപ്രവർത്തനവും നടത്തേണ്ടി വരുമെന്നുമാണ് സീനിയർ PV പ്രസ്താവന. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് വിങ്ങി അൻവറിന് സപ്പോർട്ടും നൽകി പിണറായി വിജയന് തള്ളവിരലും മുറിച്ചു നൽകിയ വാളാഞ്ചേരിയിൽ തൂക്കുപാത്രത്തിൽ പായസവും നോക്കിയിരിക്കുന്ന അടിമകളുടെ അവസ്ഥ എന്താണാവോ? PV അൻവറിനിട്ട് താങ്ങി അൻവറിന് നട്ട പിരാന്ത് ആണെന്നാണ് അച്ഛന്റെ സ്ഥാനമുള്ള പിണറായി വിജയൻ പറഞ്ഞു നിർത്തിയത്. ചങ്ക് ഗവർണർ പറഞ്ഞത് പ്രകാരം അൻവറിനെതിരെ അന്വേഷണവും പൊന്നുമോന് കണ്ണൂർ ജയിലിൽ ഒരു ഓണക്കോടിയും അച്ഛൻ കരുതുന്നുണ്ടത്രേ. പറയുമ്പോ എല്ലാം പറയണം. അച്ഛൻ മോന്റെ കോൺഗ്രസ് പശ്ചാത്തലം പറഞ്ഞ സ്ഥിതിക്ക് മോൻ അച്ഛന്റെ RSS പശ്ചാത്തലം കൂടെ പറയട്ടെ. അൻവർ പറയുന്നതെല്ലാം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ്. ഇത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം. അവസരത്തിന് കാത്തിരിക്കുകയാണ്. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിച്ച് പിണറായി അടങ്ങും. എന്തിനൊക്കെയാണ് അൻവറിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്? കർണാടകയിലെ ക്വാറി ബിസിനസ്സിൽ ഷെയർ വാഗ്ദാനം ചെയ്ത് പട്ടർക്കടവ് നടുത്തോടി സലീം എന്ന വ്യക്തിയിൽ നിന്നും 50 ലക്ഷം രൂപ PV അൻവർ തട്ടിയെടുത്തതിനോ, അതോ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അനധികൃതമായി 19.26 ഏക്കർ ഭൂമി PV അൻവർ കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ടോ, അതോ VD സതീശൻ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ 150 കോടി രൂപ അഴിമതി വാങ്ങിയെന്ന നട്ടാൽ കുരുക്കാത്ത നുണ ഒരു ഉളുപ്പുമില്ലാതെ നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനോ, അതിനുമേൽ കേസിന് പോയപ്പോൾ ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചതിനോ, അതോ സംഘപരിവാരത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചതിനോ, അതോ സ്വാതന്ത്ര്യ സമര സേനാനിയായ സ്വന്തം പിതാവിന്റെ പൈതൃകത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഭൂലോക കള്ളനായി പിണറായി വിജയൻ പിതൃതുല്യനാണെന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്നതിനോ? ഇപ്പോൾ തമ്മിലടിക്കുന്ന രണ്ട് ടീമും കള്ളന്മാരാണ്. ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് ടീമും മറ്റേത് കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്ന പൊട്ടിക്കൽ ടീമും. ഇവർ തമ്മിലുള്ള അടി ഗ്യാലറിയിൽ ഇരുന്ന് കണ്ടാൽ പോരെ, ഇതിലിടപെട്ട് ഉള്ള വില കളയണം.